സംസ്ഥാനത്തെ 41ാമത് പോലീസ് മേധാവിയായി DGP റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. മയക്കുമരുന്നും സൈബർ കുറ്റകൃത്യങ്ങളും തടയുന്നതിനാണ് മുൻഗണനയെന്ന് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. കണ്ണൂരിൽ ചേർന്ന വടക്കൻ ജില്ലകളുടെ മേഖലാതല അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം പുതിയ പോലീസ് മേധാവി പങ്കെടുത്തു. റവാഡയുടെ നിയമനം കേന്ദ്രവുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന ആരോപണവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ നിയമനത്തിൽ പിഴവില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിച്ച് 24 മണിക്കൂറിനുള്ളിൽ DGP റവാഡ ചന്ദ്രശേഖർ ഡൽഹിയിൽ നിന്ന് പറന്നെത്തി ചുമതലയേറ്റു. 3 ദിവസത്തെ സാവകാശം ചോദിച്ചിരുന്നെങ്കിലും കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിവാദം പുകയാൻ തുടങ്ങിയതോടെ ഉടൻ ചുമതലയേൽക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെ പുലർച്ചെ 2 മണിക്ക് ഭാര്യ സരിത അരുണകുമാരിക്കൊപ്പം തലസ്ഥാനത്തെത്തി. രാവിലെ 7 മണിയോടെ പോലീസ് ആസ്ഥാനത്തേക്ക്. പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന ADGP H വെങ്കടേഷിൽ നിന്ന് ബാറ്റൺ സ്വീകരിച്ച ശേഷം ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തു. പിന്നാലെ പോലീസ് ആസ്ഥാനത്തെ വീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. പോലീസ് മേധാവി എന്ന നിലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ചെറിയ വിവരണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിന്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും. അത് നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടെ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ക്രമസമാധാന പാലനത്തിൽ കൂടെ കേരള പോലീസ് വളരെ മുന്നോട്ടുണ്ട്. നമ്മൾ ഈ ആന്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് നമ്മൾ ക്രമസമാധാനത്തിന് ശക്തിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇതിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ചോദ്യവുമായി ഒരാൾ പോലീസ് മേധാവിയുടെ മുമ്പിലേക്ക്. എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ പേര് വെച്ചിട്ട് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയില്ലേ, ആ മുത്തങ്ങ സംഭവത്തിൽ അതിലൊരു ബഷീർ എന്ന കഥാപാത്രമുണ്ട്. ആ സമയത്ത് കണ്ണൂർ DIG ഓഫീസിൽ ഉള്ള ബഷീർ എന്ന പോലീസുകാരനാണ് ഞാൻ. എൻ്റെ പേര് എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സിനിമക്കാർ തരുന്ന കാശിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ബഷീർ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നുണ്ടെന്ന് കുടുംബം പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പരാതിയിൽ സമഗ്രമായ അന്വേഷണം നടത്താനാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. പിന്നാലെ പോലീസ് തലവനായ ശേഷമുള്ള ആദ്യ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ കണ്ണൂരിലേക്ക്. ചുമതല ഏറ്റെടുത്തതിനു ശേഷം മുഖ്യമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ച കണ്ണൂരിൽ വെച്ച് തന്നെ. എന്നാൽ റവാഡയുടെ നിയമനത്തിൽ സർക്കാരിനും CPIM-നുമെതിരെ ആരോപണം കടുപ്പിച്ച് UDF നേതാക്കൾ രംഗത്തെത്തി. കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് റവാഡയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇന്ന് നിതിൻ അഗർവാളിനെ കുറിച്ചുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ കൂടെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഇത് കേന്ദ്രവുമായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഡീലാണ്. ഈ ഡീൽ DGPയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. 17 വർഷം റവാഡയ്ക്കെതിരെ കേസ് നടത്തിയ CPIM BJPയുടെയും സംഘപരിവാറിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് NK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തി. ഈ നിയമനം തീർത്തും ദുരൂഹമാണ്, ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിന്റെ അനന്തരഫലമാണ് ഈ DGP നിയമനം. എന്നാൽ നിയമന വിവാദങ്ങളിൽ സർക്കാരിനൊപ്പം തന്നെയാണ് CPIM. സർക്കാരിന് കൂടി സ്വീകാര്യനായതുകൊണ്ടാണ് റവാഡയെ തെരഞ്ഞെടുത്തതെന്നും കുറ്റക്കാരനല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയതാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കോടതി തന്നെ റവാഡ ചന്ദ്രശേഖരനെ മുമ്പ് തന്നെ വിചാരണ നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ കോടതിയുടെ ഭാഗമായിട്ടുള്ള ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നവും അതിൻ്റെ ഭാഗമായിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ നിയമിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് രക്തസാക്ഷികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന UDFന്റെ ധാർമ്മികതയെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് പറയാൻ ഒരു അവകാശമില്ല. അവരാണ് ഈ വെടിവെപ്പ് സംഘടിപ്പിച്ചത്. നിയമനത്തിൽ വിവാദത്തിനില്ലെന്ന് ആവർത്തിക്കുകയാണ് CPIM. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.